പിണറായി അടുത്ത് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? ഈ പിണറായി ആയിട്ട് ഇത്രയും വലിയ പ്രണയവും സ്നേഹമാണല്ലോ. പിണറായി വരും, നിങ്ങൾ തിരുത്തിരെ പറഞ്ഞു നടപ്പുണ്ടല്ലോ. ഏത് ചാനലിൽ ചോദിച്ചാലും പറയും പിണറായി വരും, ഇങ്ങനെ പറഞ്ഞു നടക്കുക. എന്താണെന്നറിയോ? ഒരു പരിധിവരെ പേടിച്ചിട്ടാണ് 100 കേസുമായിട്ട് നടക്കുമല്ലേ. അപ്പം പിണറായി ഒന്നും പിടിച്ച് ഞെക്കിയ അപ്പം തന്നെ പൊട്ടുമല്ലോ ഇത്. അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ തുടരുകയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഈഴവ സമുദായത്തിന് ഗുണം ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതിന്റെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 1-2 മാസങ്ങൾക്ക് ഇപ്പുറം നടക്കാനിരിക്കുന്നു. ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഉറച്ചു നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ്. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശൻ പോയത് മുഖ്യമന്ത്രിയുടെ കാറില. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും വിശ്വാസമുള്ള ഒരു സാമുദായിക നേതാവായിട്ട് വെള്ളാപ്പള്ളി നടേശൻ മാറിയോ എന്നൊരു സംശയമുണ്ട്. മറ്റൊരു ചൊല്ല്, വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയാണോ പിന്തുണയ്ക്കുന്നത് ആ മുന്നണി അമ്പെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ വെള്ളാപ്പള്ളിയുടെ നിലപാട് കൊണ്ട് ആർക്കായിരിക്കും ഗുണമുണ്ടാകുക? വെള്ളാപ്പള്ളിയുടെ നിലപാട് കൊണ്ട് വെള്ളാപ്പള്ളി ആരെ പിന്തുണയ്ക്കുന്നു അവൻ നശിച്ചു പോകും. ഒരു സിനിമയ്ക്കകത്തൊരു വിഗ്രഹം ഇങ്ങനെ കിട്ടുമല്ലോ, യൂണിയൻ ബാൻഡറേക്ക്. വെള്ളാപ്പള്ളി എവിടെ ഇരിക്കുന്നു അവിടെ നശിച്ചു പോകും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈഴവ സമുദായം നശിച്ചെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് അങ്ങനെ ഓരോ ജാതകമാണ്. പക്ഷെ ഭയങ്കര ഗുണവുമാണ്. ഇപ്പം കഴിഞ്ഞ 30 വർഷമായി വെള്ളാപ്പള്ളിക്ക് SNDP യോഗം കൊണ്ടും SN ട്രസ്റ്റ് കൊണ്ടും അവരുടെ കുടുംബത്തിന് വലിയ ഭീമമായ സമ്പത്ത് ആർജിക്കുവാൻ കഴിഞ്ഞു. അവർക്ക് ജോലിയൊന്നുമില്ല. ഇപ്പം തന്നെ എത്രയോ ബാറുകൾ കെട്ടിപ്പൊക്കി, എത്രയോ ബാർ. ഇപ്പോൾ വയനാട്ടിലാണ് അവിടെ അനധികൃതമായി കെട്ടിയെന്നൊക്കെ പറഞ്ഞാൽ വാട്സ്പേസ് കിടക്കുന്നുണ്ട്. അനധികൃതമായി അവിടെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇത്ര ഹൈറ്റ് വേണമെന്നൊക്കെ ഉണ്ട്, അത് ഇല്ലാതെയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സർക്കാരിൻ്റെ MLA ഫണ്ടിൽ നിർമ്മിച്ച് വെയിറ്റ് ഷെഡ് വരെ പൊളിച്ചു കളഞ്ഞു. അതൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ട് EMS നമ്പൂതിരിപ്പാട്, EK നായനാർ, പിന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ EMS നമ്പൂതിരിപ്പാട് സ്വന്തം ഭൂമിയൊക്കെ വിറ്റുമൊക്കെയാണ് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ നായനാർ ഈ പാർട്ടിയെ സുരക്ഷിതമായി കൊണ്ടുപോയൊരു നല്ല മുഖ്യമന്ത്രിയായിരുന്നു. സിമ്പിളായിരുന്നു, ഹമ്പിളായിരുന്നു. നായനാർ പോകുന്നു, ഒരു അംബാസഡർക്കാരെ ഒറ്റയ്ക്ക് പോകും. പിണറായി വിജയന് കറുത്ത കാറുകൾ തന്നെ പലത്. ഈ കേരളത്തിൽ നാരത്തെ കാണും. കേരളത്തിലെ ആൾക്ക് പുച്ഛമല്ലേ സാർ? ഇതൊക്കെ വെള്ളാപ്പള്ളി കാണിക്കുന്ന പോലല്ലേ. വെള്ളാപ്പള്ളി എന്തിനാ ഭീരുവായിട്ടാണോ വെള്ളാപ്പള്ളി 2 സൈഡിലും തോക്കുമായിട്ട്? ഇതൊക്കെ BJP-ക്കാരെ ചീത്ത പറയണം. ഇവന്മാർ വളരെ മോശക്കാരല്ല. ഇയൊക്കെ എന്തിനാണ് ഈ തോക്കും പിടിച്ച ആളെ നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. വെള്ളാപ്പള്ളി ആരെ പേടിക്കുന്നത്? സ്വന്തം സമ്പ്രദായങ്ങളെ പേടിക്കേണ്ട കാര്യമുള്ളൂ. അയാൾക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരെ. അതിൽ ഈ ഇടത്തും വലത്തും തോക്കുമായിട്ട് പിടിച്ചത് അയാൾ ആരെണ്ണ ചെയ്യാനായിട്ട്? അപ്പോൾ ഇയാൾ ഭീരുവാണ്. വെള്ളാപ്പള്ളിയെ പോലെ തന്നെ ഒരു മഹാഭീരുവാണ് മിസ്റ്റർ പിണറായി വിജയൻ. ഈ ആരോ കൂടെ കൂടുതൽ കിന്നരാവുള്ളൂ. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇവരൊക്കെ, അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണം വരെ അധാർമികതയ്ക്കെതിരെ പോരാടിയ ആളാണ്. എന്നാൽ ഇനി വരാൻ പോകുന്നത് വെള്ളാപ്പള്ളി കൂട്ടുകെട്ടോടുകൂടി CPM-ന്റെ അന്തകനായി മാറുന്ന ആളായിരിക്കും മിസ്റ്റർ പിണറായി വിജയൻ. പാർട്ടി ഇവിടെ തീർക്കാൻ പോവാണ് അദ്ദേഹം. കാരണം വെള്ളാപ്പള്ളി കൂടിയോണ്ടാണ്. അതിൻ്റെ മുമ്പ് 16-ലെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പിണറായി ആക്രമിച്ച ആളാരാ? വെള്ളാപ്പള്ളിയുടെ അച്ഛൻ. ഇത് ചക്കരയ്ക്കും കള്ളിനും ചെത്തുന്നൊരു ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇവർക്കൊന്നും പോളിസിയോ നയോ ഒന്നും ഇല്ല സാർ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 16-ലെ ഇലക്ഷനിൽ ഹെലികോപ്റ്ററിലാണ് നടന്നത് വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും. NDA ജയിപ്പിക്കാൻ BJP സർക്കാർ കൊടുത്ത ഹെലികോപ്റ്ററിൽ കയറി പറക്കുമായിരുന്നു. ഞാനൊരു ദിവസം ചേർത്തല വെച്ച് ഹെലികോപ്റ്റർ കയറാൻ നിൽക്കുക ഇയാൾ. ഇപ്പം ഞാനും പോയി നിന്നു, ചേർത്തല കോളേജിൻ്റെ മുറ്റത്താണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൂടെ കയറ്റുമായിരിക്കും. നമ്മൾ ഈ പ്രസംഗിച്ചൊക്കെ നടക്കുന്ന ആളല്ലേ. ഞാൻ ചാടി നിൽക്കുക, എന്നെ കൂടെ പാടെ അതിൽ കൂടെ കയറാൻ പറഞ്ഞു. അവർ ഭാര്യയും പുറത്തോളം കയറി പറന്നു പോയി. ഞാൻ താഴെ നിന്ന് ഇതിൻ്റെ കാറ്റ് പിടിച്ച്. എന്നുവെച്ചാൽ അങ്ങനെ നടന്ന് പിണറായിയെയും CPM-നെയും കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അപ്പോഴേ ഓടിപ്പോയി പിണറായിയുടെ അടുത്ത് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? സറണ്ടറായി. അന്ന് മുതൽ അവർ ഇങ്ങനെ നടത്തുകയാണ്. ഈ പിണറായി ആയിട്ട് ഇത്രയും വലിയ പ്രണയവും സ്നേഹമാണല്ലോ. പിണറായി വരും, നിങ്ങൾ തിരുത്തിരെ പറഞ്ഞു നടപ്പുണ്ടല്ലോ. ഏത് ചാനലിൽ ചോദിച്ചാലും പറയും പിണറായി വരും, ഇങ്ങനെ പറഞ്ഞു നടക്കുക. എന്താണെന്നറിയോ? ഒരു പരിധിവരെ പേടിച്ചിട്ടാണ്. ആണല്ലോ സറണ്ടറായ. പേടിച്ചിട്ടാണ് 100 കേസുമായിട്ട് നടക്കുമല്ലേ. അപ്പം പിണറായി ഒന്നും പിടിച്ച് ഞെക്കിയ അപ്പം തന്നെ പൊട്ടുമല്ലോ ഇത്. പിന്നെ കേന്ദ്രത്തിൻ്റെ അടുത്തുകൊണ്ട് ഇത് അപ്പുറവും ഇപ്പുറവും ഇത് കളിയല്ലേ. ഞാൻ ചോദിക്കട്ടെ, BDJS-ന്റെ സ്റ്റേറ്റ് പ്രസിഡന്റും അഖിലേന്ത്യാ പ്രസിഡന്റാണെന്നാണ് അവർ പറയുന്നത്. BDJS അഖിലേന്ത്യാ പാർട്ടിയാണല്ലോ, അതിൻ്റെ പ്രസിഡന്റാണെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഒരു സ്കൂട്ടറൊക്കെയായിട്ടുള്ള ആളിൽ വേറെ യാഥാർത്ഥ്യം. BDJS-ന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് NDA-യുടെ കൺവീനറും CPM-ന്റെ ബദ്ധശത്രുവുമാണ് തുഷാർ വെള്ളാപ്പള്ളി, അല്ലെ? പൊളിറ്റിക്കലി. അതെ. ഇവനോട് ദുബായിൽ പോയി ജയിലിൽ പോയപ്പം മുഖ്യമന്ത്രി അടിയന്തര കത്തയച്ചതും സന്ദേശം കൊടുത്തതും കേന്ദ്ര ഗവൺമെൻറ് സഹായം തേടിയത് ആരാ? മുഖ്യമന്ത്രി.
അപ്പം ഇവരെല്ലാം ഒരു കൂട്ടുകമ്പനിയാണ്, ഇവർ തമ്മിൽ ഒരു തർക്കവും ഇല്ലെന്ന്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഈ പറച്ചിലല്ലാതെ കണ്ട്, ഈ തട്ടിപ്പ് പറയുന്നതല്ലാതെ കണ്ട് എന്തെങ്കിലും ഒരു നേട്ടം, ഔട്ട്പുട്ട് ഒരു കാര്യം. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, മീനച്ചി താലൂക്കിൽ ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, ഇത്ര പഞ്ചായത്ത് രൂപ സൃഷ്ടിച്ചു എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ട്? മുമ്പില്ലാത്തതൊന്നും സൃഷ്ടിച്ചു. ഞാൻ അതിൻ്റെ പേര് എന്നെ ഇലക്ഷൻ കമ്മീഷൻ പുറകെ കേസെടുക്കാൻ ശ്രമിച്ചു. ഞാനതൊന്നും കൊണ്ട് പതറത്തില്ലെന്നേ. പതറാത്തവനാണ് നേതാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളി ഇത് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കറുത്ത കാറെ കയറി, ഞാൻ മാത്രമേ കയറി, ഞാനൊന്ന് കയറിയല്ലെന്നാണ് ചോദിക്കുന്നത്. ഈ സാധനത്തെ കയറ്റിക്കൊണ്ടാണല്ലോ കേരളത്തിൽ ഈ സതീശൻ്റെ ഭാഗ്യമല്ലേ വെള്ളാപ്പള്ളിയുടെ. സതീശന് ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുക. അയാൾ അന്തസ്സുള്ള ചെറുപ്പക്കാരൻ. അയാൾ അടുത്ത നോക്കി എഴുതി വെച്ചു ഞാൻ പറഞ്ഞത്, അടുത്ത മുഖ്യമന്ത്രി ആയിരിക്കും വി ഡി സതീശൻ. കേരളത്തിൽ അന്നൊരു മതേതരത്വം നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ അന്തസ്സുള്ള ഭരണം നമുക്ക് കാണാൻ പറ്റും. സാറേ, ഈ 16 മുതലുള്ള കണക്ക് പരിശോധിച്ച് സാർ ഏറ്റവും കൂടുതൽ കള്ളക്കേസ് എടുത്തത് ഈ പിണറായിയുടെ കാലത്തല്ലേ സാറേ? അദ്ദേഹം യാത്ര ചെയ്ത് പോകുമ്പോൾ എൻ്റെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്, പേരെന്നായിരുന്നു, ബസ്സൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കി. എന്ത് നവകേരളം എന്ത് ഉണ്ടാവാനുണ്ടോ സാറേ? അല്ല, ഇതിനകത്ത് ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും ഇൻ്റർവ്യൂ നൽകി. അത് ഡൽഹിയിലെത്തിയപ്പോൾ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ ഒരു അഭിമുഖം നൽകി. ആ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു, അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളെ, അവിടുത്തെ എയർപോർട്ടിലുള്ള കസ്റ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈ അനധികൃതമായിട്ട് സ്വർണം കൊണ്ടുവരുന്നതൊക്കെ മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഡൽഹിയിലുള്ള ഒരു മാധ്യമത്തിന്, ഇന്ത്യൻ എക്സ്പ്രസിലാണ്, ഈ അഭിമുഖം നൽകുന്നു. ഇത് വലിയ വിവാദമായി മാറി, മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ ആയപ്പോൾ ഇതേ കാര്യം തന്നെയല്ലേ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ വന്നിട്ട് പറഞ്ഞത്? അതായത് അവിടെ നിന്ന് ഒരു പഞ്ചായത്ത് അംഗത്തെ പോലും സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും സ്ഥാപിക്കാൻ കഴിയുന്നില്ല, പിന്നിൽ മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സാമുദായിക സ്പർദ്ധ. മുഖ്യമന്ത്രി പറഞ്ഞത് വേളാപ്പള്ളി ഏറ്റു പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ? ചേട്ടാ, ഇത് വെള്ളാപ്പള്ളി ഒരു സ്വന്തം പേഴ്സണാലിറ്റി ഉള്ള ആളല്ലല്ലോ. അതിലെക്കാലവും മറ്റുള്ളവർക്ക് വേണ്ടി അയാളുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി അയാളിങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇത് പിണറായി വിജയൻ സാറിൻ്റെ ഓപ്പറേഷനിലേത്. കാരണം ഒരു ഹിന്ദു ഒരു വർഗീയത ഏകീകരിച്ച് വോട്ടാക്കി മാറ്റാമെന്നാണ് CPM അല്ലെ പിണറായി വിജയൻ വിചാരിച്ചത്. അതിനാണല്ലോ അയ്യപ്പ സംഗമം നടത്തിയത്. സത്യം പറഞ്ഞാൽ ഈ അയ്യപ്പൻ്റെ ശക്തിയും അയ്യപ്പനോടുള്ള വിശ്വാസവും ഭക്തന്മാർക്ക് കൂടിപ്പോയി. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്, എല്ലാ മാസവും ഞാൻ ശബരിമല പോകുന്ന ആളാണ്. ഈ അയ്യപ്പ സംഗമം നടത്താൻ ഞങ്ങളുടെ നാട്ടുകാരനാണ് VN വാസവൻ, നമ്മുടെ വലിയ സുഹൃത്തായിരുന്നു. പക്ഷെ ആ സഹോദരൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് എൻ്റെ കള്ളക്കേസ് കുടുക്കി അറസ്റ്റ് ചെയ്തത് മാത്രമല്ല 13 ക്രിമിനൽ കേസ് കൂടെ എൻ്റെ പേരിലെടുത്തു. ഒരു VG വിനോദ് കുമാർ എന്ന് ഒരു AIG ഉണ്ട്, ഇപ്പോൾ പത്തനംതിട്ട SP ആയിരുന്ന ഒരുത്തൻ. രാത്രിയാകും വനിതാ SIമാർക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന ഒരുത്തനല്ലേ, അവനിവൻ്റെ ഒരു വാണമാണ്. ഞാനവന് ഒരു കാലത്ത് ഒരു ഡിഗ്രിക്ക് പഠിച്ചവരാ, 85-88 ഡിഗ്രി പഠിക്കുന്നത്. അപ്പം ഇയാൾ ജിയോളജി, ഞാൻ എക്കണോമിക്സുമാണ്. ഇവൻ എന്ത് ചോദിച്ചാൽ എൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് സ്വകാര്യ അന്യായം കൊടുത്താൽ സ്വകാര്യ റഫർ എഴുതി പാലാ പോലീസ് സ്റ്റേഷൻ. ഒരു ബാബു സുഭാഷ്, അയാൾ DYSP ആയിട്ട് പെൻഷനായത്. അങ്ങനെയുള്ള ആളുകൾ ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ്സ് എ ഫോൾസ് കേസ് വേണ്ടത് റഫർ എഴുതി. ഈ റഫർ ചാർജ് ആദ്യം ഫാക്ച്വൽ റിപ്പോർട്ട് പോകണം SP-ക്ക്. അന്ന് ഇവൻ DCRP DYSP ഈ വാസവൻ്റെ ഒരു വലിയ വാട്ടം. ഇതെല്ലാം CPM കളിയാണ്. അപ്പോൾ ഈ എന്ത് വെച്ചാൽ അവിടെ നോക്കുമ്പോൾ KM സന്തോഷ് കുമാർ എൻ്റെ പേര് കാണും, അഡ്വക്കേറ്റ് സന്തോഷ്. ഇപ്പം റഫർ എഴുതുകയാണല്ലോ, എൻ്റെ കേസ്, എനിക്കെതിരെയുള്ള കേസ് ഇല്ലാതെ എഴുതി പോകണം. ഇവരത് കണ്ട് അന്നേരം വാസം വിളിച്ചു. അപ്പോൾ CPM അധികാരത്തിൽ വന്നല്ലോ. അപ്പോൾ ഈ BDJS ഉണ്ടായി ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ട് പുറകെയാണ് ഈ ഭരണമാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നെ പിടിക്കാനുള്ള അവസരമായി. അന്നിരുന്ന് SP രാമേന്ദ്രൻ വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചു. അതാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് നെറുകെട്ടവനാണെന്ന് ഞാൻ പറയുന്നത്. രാമേന്ദ്രൻ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം രാമേന്ദ്രൻ SP, കാരണം ഞാനുമായിട്ട് വലിയ ആത്മബന്ധമുള്ള ആളായി രാമേന്ദ്രനോട് വിളിച്ച് വെള്ളാപ്പള്ളി സാറിനോട് പറഞ്ഞ്, ആ ജനറൽ സെക്രട്ടറി ഇങ്ങനെ സന്തോഷ് കുമാർ ഒരു പൊളിറ്റിക്കൽ നീക്കം നടന്നോട്ടോ, തനിക്കെന്താ? SNDP യോഗത്തിൻ്റെ ഔദ്യോഗിക വക്താവായിരിക്കുന്ന ആളാ ഞാൻ, നടന്നോട്ടോ തനിക്കെന്താ? ഇവർ ഒത്തിട്ടാ ചെയ്യുന്നത്, മനസ്സിലായോ? എന്നിട്ട് ഇത് പുനരന്വേഷണത്തിന് ഓർഡർ ഇടുന്നു. ഈ റഫർ എഴുതിയ കേസിൽ ഇട്ടവൻ തന്നെ 3-ാം പൊക്കം പാലാ DYSP VG വിനോദ് കുമാർ. അവൻ വന്ന് വണ്ടിയെ നിർത്തിയപ്പോഴേ പറയുന്നത് SNDP സന്തോഷ് കുമാറിൻ്റെ കേസിങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. CD ഫയല്. ഇവൻ അവിടെ പോയി തിരിച്ചു മറിച്ച് വസ്തു തന്നവനെ കൂടെ, ഞങ്ങൾ വസ്തു മേടിച്ചുമായിട്ടുള്ള ബന്ധം വേറെ തട്ടിപ്പോ വരുമൊന്നുമില്ല, വസ്തു മേടിച്ചു 3 കോടി രൂപയ്ക്ക്. ഞങ്ങളുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് ഞങ്ങൾ 8 ഏക്കർ സ്ഥലം ആദ്യം എഴുതിയപ്പോൾ ഞങ്ങൾ സർക്കാർ നിശ്ചയിച്ച് താരിഫ് വിലയ്ക്ക് എഴുതാൻ തീരുമാനിച്ചു. സർക്കാർ താരിഫ് വിലയ്ക്ക് തീരുമാനം. അത് പൊതുയോഗം വിളിച്ചു കൂട്ടി, എല്ലാവരെയും ശാഖാഭാരം എല്ലാം വിളിച്ചു കൂട്ടി, വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി തീരുമാനം മിനിറ്റ്സ് എഴുതിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. എഴുതിയതാർക്ക് എൻ്റെ പേർക്കല്ല, എഴുതിയത് യൂണിയൻ പ്രസിഡന്റിൻ്റെ പേർക്ക്. പൈസ ഉടമയ്ക്ക് കൊടുത്തെങ്ങനെ 2 പേരും ഒപ്പിട്ട ചെക്ക്. 1 രൂപ ക്യാഷായിട്ട് കൊടുത്തില്ല, 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷേ കൊടുത്തിട്ടുള്ളൂ. ഇത് പലപ്പോഴും പല പ്രാവശ്യമായിട്ട് കടം മേടിച്ചു കൊടുത്ത കാശാണ്.
അങ്ങനെ 8 ഏക്കർ എഴുതിയപ്പോൾ അതിന്റെ താരിഫ് വില എന്ന് പറയുമ്പോൾ വില സർക്കാരിന്റെ താരിഫ് ഉണ്ടല്ലോ ഈ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ആ താരിഫ് കഴിഞ്ഞ് ബാക്കി 2,86,14,30,000 ഉള്ളൂ താരിഫ് 8 ഏക്കർ. ബാക്കി 2,86,00,000 ഞാൻ കട്ടെടുത്ത് എൻ്റെ പേര് ഉണ്ടാക്കിയ കേസ് എവിടെയെങ്കിലും നിൽക്കൂ. ആ കേസ് ചെയ്ത് പണിയാണെന്നറിയോ? സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ച് പിണറായി. നല്ല വലിയ കൊലക്കേസല്ലേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. SNDP-കാരൻ അവിടെ തലം പേടിച്ചതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഏതാ? എനിക്കെതിരെ സ്വകാര്യ അന്യായം കൊടുത്താൽ ആ സെയിം വക്കീലിനെ തന്നെ സ്പെഷ്യൽ. ഈ ലോകത്ത് നടക്കാത്ത അനീതി എന്നോട് ചെയ്തത്. എന്നാലും പിണറായി സർക്കാരിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ആഭ്യന്തരം കേരളത്തിൻ്റെ. എന്നിട്ട് ഹൈക്കോടതി പോയി സ്പെഷ്യൽ ഓർഡർ മേടിച്ച് സ്പീഡി ട്രയൽ. ഹൈക്കോടതി ഉത്തരവിട്ട് 6 മാസം. ആ കൊറോണ സമയത്ത് ഈ ഒറ്റ കേസ് കോടതി വിളിച്ച് വിസ്തരിച്ച് മുഴുവൻ വിസ്താരവും തീർന്നു. ഇടുക്കി SP ആയിരുന്ന കറുപ്പസ്വാമി, ഇടുക്കി ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന AG ലാൽ, ഇവർ 2 പേര് 3 ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് കൊടുത്തു. ഇത് കള്ളക്കേസാണ്, ഇതെന്നെ അപമാനിക്കാൻ ചെയ്തതാണ്, ഇത് യാതൊരു തെളിവുമില്ലാത്തതാണ് എന്നെല്ലാം എഴുതി കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരു ചുക്കും പിണറായി സർക്കാർ ചെയ്തില്ല, ഒരു ചുക്കും. പിന്നെ ചെയ്ത് ഒരു 12 കേസ് കൂടി എന്നെ പ്രതിയാക്കി. 12 കേസ് കൂടി എന്നെ പ്രതിയാക്കി. ഒരു പ്രാക്ടീസിങ് ലോയറാണ്. ജില്ലാ കോടതി ഉൾപ്പെടെ ഡെയിലി 10-30 കേസ് പോസ്റ്റിംഗ് ഉള്ളൊരു വക്കീൽ ഓഫീസർ നടത്തുന്നത്. എൻ്റെ വൈഫും വക്കീലാണ്. 5-6 ജൂനിയേഴ്സുമായിട്ട് 94 പ്രാക്ടീസ് ചെയ്തൊരു വക്കീലാണ്. ഞാൻ ഒളിവിലാണെന്നാണ് പറയുന്നത്. ചാർജ് കൊടുക്കുമ്പോഴേ പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, പ്രതി ഒളിവിൽ പോയി. ഞാൻ ഒളിവിലാണെന്ന് പറഞ്ഞ് ചാർജ് കൊടുത്തവനാണ് പിണറായിയുടെ പോലീസ്. പാലാ മജിസ്ട്രേറ്റ് 3 കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, വിചാരണ പോലും ഇല്ലാതെ. പ്രൈമ ഫേസ് യാതൊരു കേസ് നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം എൻ്റെ വികാരം അതൊക്കെയാണ്. ഇതാണ് കേരളത്തിൽ ജീവിക്കുന്ന ഒരു സിറ്റിസൺ, ഒരു പൗരനോട് കാണിക്കുന്ന ക്രൂരത ഏതൊക്കെ. എന്നിട്ട് കേട്ടില്ലല്ലോ പാലായിലെ കേസ് വിസ്തരിച്ചപ്പോൾ ഞാൻ ഡിഫൻസ് എവിഡൻസ് ആയിട്ട് കറുപ്പസ്വാമിനെയും എൻ്റെ ഡിഫൻസ് സാക്ഷികളായിട്ട് AG ലാലിനെയും വെച്ചു. അപ്പോൾ അപകടം അവർക്ക് മനസ്സിലായി. ഓൾറെഡി മജിസ്ട്രേറ്റിനെതിരെ പരാതി അയപ്പിച്ചു. പാലാ മജിസ്ട്രേറ്റിനെതിരെ പരാതി, വിജിലൻസിനൊക്കെ. മജിസ്ട്രേറ്റുമാർ പരാതി കേൾക്കുകയല്ലോ, അവർ അന്നേരം എഴുതി ഞാൻ വിസ്തരിക്കുകയെന്ന് പറഞ്ഞു. നേരെ CJM പോയി ട്രാൻസ്ഫർ ചെയ്ത് ഏറ്റുമാനൂർക്ക് പോകുന്നു. എൻ്റെ മെയിൻ ഓഫീസ് ഏറ്റുമാനൂരാണ്. അപ്പോൾ എഴുതി വെച്ചിട്ട് പറഞ്ഞു ഞാൻ വിസ്തരിക്കുകയില്ല, because KM Santosh Kumar is a senior lawyer of this bar, so I cannot conduct the trial. കേസ് ട്രാൻസ്ഫർ വൈക്കത്തിന് പോയി. വൈക്കത്ത് പോയി വിസ്താരം മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഓരോ ദിവസം ഓരോ പെറ്റീഷനുമായിട്ടിങ്ങ് വരിക. പിന്നെ ഹിയറിങ്ങിന് പോസ്റ്റ് ചെയ്തിരിക്കുക. 3L എന്ന് പറഞ്ഞാൽ സാക്ഷിയെ വീണ്ടും റീകോൾ ചെയ്യണം. ആദ്യം ഒന്നിട്ടു, പിൻവലിച്ചു. രണ്ടാമത് 91 CRPC കുറേ ഡോക്യുമെന്റ്സുകൾ വീണ്ടും ഹാജരാക്കാൻ. 10 കൊല്ലം അന്വേഷിച്ച കേസാണ്. കേസ് മജിസ്ട്രേറ്റ് കേട്ടു, തള്ളി കൈ കൊടുത്തു. ഉടനടി ഒരു 3L പെറ്റീഷൻ വെള്ളാപ്പള്ളിയുടെ വിസ്തരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. കേട്ടോണം, വരട്ടെ, ഞാൻ കാത്തിരിക്കുക, വിസ്തരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാദം പറഞ്ഞു. ഞാൻ തന്നെയാണ് ഇറങ്ങിയത് വാദം പറഞ്ഞത്. എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ടല്ലോ, ഞാൻ ഈ പണിയാണല്ലോ ചെയ്യുന്നത്. വാദം പറഞ്ഞു. മജിസ്ട്രേറ്റ് തള്ളി ദൂരെ കളഞ്ഞു. വീണ്ടും ഉടനടി അതിന്മേൽ ക്രിമിനൽ MC കൊണ്ട് ഹൈക്കോടതി കൊടുത്തു. ഈ തള്ളിയത് മജിസ്ട്രേറ്റ് ഇവന്റെ പെറ്റീഷൻ തള്ളിയതിനെതിരെ ഇതെല്ലാം ചെയ്തൊരു പന്ന പ്രോസിക്യൂട്ടറാണ്. കേട്ടുകേഴ്വിയില്ലാത്ത കാര്യം നടക്കുന്നത്. എനിക്കെതിരെ സ്വകാര്യ അന്യായം കൊടുത്ത സെയിം വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കേരളത്തിലെ ജനങ്ങൾ അരിയും തുണിയും മുളകും പഞ്ചസാരയും മേടിക്കുന്ന പണം കൊണ്ട്, നികുതി പണം കൊണ്ടാണ് ഇവന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് ശമ്പളം കൊടുക്കേണ്ടത്. ഈ രാജ്യം കൊള്ളയടിക്കുന്ന, ഖജനാവ് കൊള്ളയടിക്കുന്നതിന്റെ ഒരു ഭാഗമല്ലേ അത്? എൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. ലക്ഷക്കണക്കിന് രൂപ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൊടുക്കുവാണ് കേരളത്തിലെ സർക്കാർ പാവപ്പെട്ട എന്നെ ദ്രോഹിക്കാനായിട്ട്. ഇതൊക്കെ മുകളിലൊരാളുണ്ടല്ലോ, അതാണല്ലോ അയ്യപ്പന് ഈ പണിയെല്ലാം കൊടുക്കുന്നത്. ലാസ്റ്റ് കണ്ടം മുറിച്ചോടുകൂടി നാട്ടിൽ പോലും കാണത്തില്ല. ഇങ്ങനെ തരി പോലും ഇല്ലത് കണ്ടുപിടിക്കാമെന്ന് ഒരു പരസ്യം പറയുന്ന പോലെ ആയിപ്പോവും അവസാനം ഈ പോക്ക് പോയാൽ. അതിനാണല്ലോ വെള്ളാപ്പള്ളി കൂടിയിരിക്കുന്നത്. എന്നിട്ട് ക്രിമിനൽ MC കൊടുത്തപ്പോൾ ഞാൻ ഹൈക്കോടതി പറഞ്ഞു ഞാൻ ഒബ്ജക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. നോ ഒബ്ജക്ഷൻ. ഇപ്പോൾ 2 കൊല്ലമായി വീണ്ടും കിടക്കുക. എനിക്ക് ഒബ്ജക്ഷൻ ഇല്ലാത്തതിനാ? എനിക്ക് വെള്ളാപ്പള്ളിയെ വിസ്തരിക്കണം. വെള്ളാപ്പള്ളി എനിക്ക് ഇപ്പോൾ സാക്ഷിക്കൂട്ടി കിട്ടി വിസ്തരിക്കണം. ഞാൻ അതിന് നടക്കുകയാക്കി ഇപ്പം. അപ്പം ഞാൻ നോക്കി എന്തിനാണ് ഞാൻ എതിർക്കുന്നത്, വേറെ നടക്കുന്നത്? വാ, നമുക്ക് സംസാരിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മൊറാലിറ്റി ഇല്ലാത്തൊരു ലോകത്തായിപ്പോയി നമ്മൾ. ഞാനൊക്കെ സത്യം പറഞ്ഞ SNDP യോഗ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ പണ്ടെല്ലാം ചില്ലുകൂട്ടിനകത്ത് വെച്ച ഗുരുവും അല്ലെങ്കിൽ എന്താണ് സിമെന്റ് നാണുന്ന മിക്കവാറും ആൾക്കാർ കളിയായിക്കൊണ്ടിരുന്നു. ശരിയാണോ? അതെ. ഇത് മാറാനെന്ന് ആഗ്രഹിച്ച് ഒരു ആദ്യത്തെ ഒരു ശാഖാ പ്രസിഡന്റായി. 39 എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ സാക്ഷാൽ ഗുരുവിൻ്റെ ആ പരബ്രഹ്മ സ്വരൂപം ഒന്ന് പാദസ്പർശം നടത്തി ആ പാദപദ്മങ്ങൾ ചവിട്ടി അനുഗ്രഹിച്ച് മണ്ണിൽ ജനിക്കുകയും ആ ശാഖയുടെ പ്രസിഡന്റായിട്ട് 8 വർഷം ഇരിക്കുകയും ചെയ്ത ആളായാണ്. മനസ്സിലായോ? അവിടെ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഗുരുവിൻ്റെ 8 പട്ടത്തിലുള്ള ക്ഷേത്രം പണിത്, ക്ഷേത്രം മന്ദിരമല്ല, ക്ഷേത്രം പണിത് പഞ്ചലോഹം വിഗ്രഹം പ്രതിഷ്ഠിച്ച് കൊടിമരത്തിൽ കൊടിയേറ്റിയ ആളാണ്. പണ്ട് പതാക ഉയർത്തിക്കൊണ്ട് അങ്ങനത്തെ പ്രസിഡന്റായിരുന്നു. അതെൻ്റെ ആ ശാഖയിലെ അവസാനത്തെ പ്രോഗ്രാം.
മനസ്സിലായി? അതും വെള്ളാപ്പള്ളി നടേശനാണ് സമർപ്പിക്കുന്നത്. അല്ല, പറയട്ടെ, ഇത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയട്ടെ. അങ്ങനെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ആയുസ്സും ആരോഗ്യവും ഞങ്ങളുടെ ചിന്തകളും പണവും ഒക്കെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചവരാണ്. ഞാൻ കണ്ട SNDP യോഗം ആശാൻപാടി SNDP യോഗമാണ്. ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങേ തിരുവുള്ളൂറി ഒരു അൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തതിന് ഞങ്ങളുടെ യോഗം. ഞങ്ങളുടെ യോഗം അതാണ്. ആ യോഗത്തെയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇപ്പം നല്ല ഒന്നാന്തര ഹോട്ടലിൽ നല്ല ഡെലീഷ്യസ് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല രുചികരമായ ഫുഡ്, നല്ല ഒന്നാന്തര കുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫുഡ് ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു ചീഞ്ഞളിഞ്ഞ ഒരു പല്ലി വന്ന് വീണാൽ എങ്ങനെ ഇരിക്കും? അപ്പം SNDP യോഗം എന്ന ഈ പാത്രത്തിൽ, ഈ മഹാപാത്രത്തിൽ ഒരുക്കി വെച്ചിരുന്ന മൃഷ്ടാന്നമായ സ്വാദിഷ്ടമായ ആ മനോഹരമായ ഭക്ഷണത്തിലേക്ക് വന്ന അടിഞ്ഞുകൂടിയ ഒരു ചീഞ്ഞുനാറിയ പുഴുത്തുനാറിയ പല്ലിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ഈ വെള്ളാപ്പള്ളി നടേശനിലൂടെ കൂടുന്നവനും ചീഞ്ഞു നാറിപ്പോവും. പിണറായി വിജയൻ സാറിന് വരാൻ പോകുന്നത് ഈ ചീഞ്ഞവനെ ചുമന്നാൽ ചുമക്കുന്നവനും മണക്കും. ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ട്. ഇപ്പം മുസ്ലിങ്ങളെ പോയി ചീത്ത പറയുന്നു, പാലായി വരുമ്പോൾ ക്രിസ്ത്യാനിയെ ചീത്ത പറയും. ക്രിസ്ത്യാനിക്കെല്ലാം കിട്ടി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞത്. 26 അൺഎയ്ഡഡ് കോളേജുകൾ കേരളത്തിൽ ഇയാൾ പറഞ്ഞിട്ട് ഞാൻ ഉൾപ്പെടെ തുടങ്ങി. എൻ്റെ കോളേജ് പൂട്ടിക്കാനുള്ള പ്രധാന കാരണക്കാരൻ നടേശനാണ്. ഒരു സഹായമോ ഒരു നല്ല വാക്കോ പറയാതെ ഉപദ്രവിച്ച് തീർത്ത് കളഞ്ഞു. കോട്ടയം SNDP യൂണിയനെ കൊണ്ട് ഒരു ജിസാറ്റ് എന്നുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചു, ബാങ്ക് അതും കൊണ്ടുപോയി. തൊടുപുഴ, കടുത്തുരുത്തി, കോതമംഗലം, മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല, എനിക്കറിയാവുന്ന ഒരൊറ്റ കോളേജ് നിലവിലില്ല, മുഴുവൻ പൂട്ടിപ്പോയി. എന്തിനാണ് ഇതും പറഞ്ഞ് നടക്കുന്നത്? ഫസൽ ഗഫൂർ പള്ളിക്കൂടവും കോളേജ് നടത്തുന്നു, കത്തോലിക്ക സഭ ഇവിടെ ആശുപത്രിയും കോളേജ് നടത്തുന്നുണ്ട്, നടേശം കുറിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും അതിന് ഈ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് ഒരു മോശം ഡിഗ്രിയാണെന്ന് ഞാൻ പറയത്തില്ല, അതൊരു നല്ല ഡിഗ്രിയാണ്. എൻ്റെ അമ്മയ്ക്ക് പഴയ SSLCയും 6th പാസ്സായി TTC പാസ്സായ ഒരു അമ്മയുടെ മകനാണ് ഞാൻ. അത് മോശം ഡിഗ്രിയല്ല, അവരൊരു ടീച്ചറായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ യോഗ്യത അതാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശന് മുമ്പിരുന്ന അഡ്വക്കേറ്റ് K ഗോപിനാഥനും ഡോക്ടർ രാഹുലും വരെയുള്ളവരെ ആശാൻ മുതൽ പരിശോധിച്ചാൽ ഇവരെല്ലാം മഹാപണ്ഡിതന്മാരും എഴുത്തുകാരും ചിന്തകന്മാരും സൃഷ്ടാക്കളുമായിരുന്നു. സഹോദരൻ അയ്യപ്പൻ 1945 അവകാശ പ്രഖ്യാപനം നടത്തി. 45 സമുദായത്തിന്റെ അവകാശ പ്രഖ്യാപനം. ആ അവകാശ പ്രഖ്യാപനത്തിൽ സഹോദരൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് BR അംബേദ്കറിന്റെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ഒരുപാട് മഹാ സമ്മേളനങ്ങളും അവകാശ പ്രഖ്യാപനം നടത്തി. സമുദായത്തിന്റെ കാശ് കളഞ്ഞു. വല്ല ഗുണവും ഉണ്ടായോ? അവസാനമായിട്ട് ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തെയാണ്. ആ ഇടതുപക്ഷം അല്ല അടുത്ത തവണ ഭരണത്തിലേക്ക് വരുന്നതെങ്കിൽ UDF വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? പറയാൻ പറ്റില്ല. നടേശന്റെ മാൻഡ്രേക്ക് പണിയാണെന്ന് അറിയത്തില്ല, അവരെയും വീഴിക്കുമെന്ന് അറിയത്തില്ല. കാരണം അവൻ്റെ കൂടെ അഴയുള്ളവനെ കണ്ട അപ്പ എന്ന് വിളിക്കുന്നതിനാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാവ്. അപ്പോൾ അവിടെ അയാളെ വീഴിക്കാൻ എന്തെങ്കിലും പണി അയാളെ കാണും. കാരണം ഉമ്മൻചാണ്ടി വരും, ഉമ്മൻചാണ്ടി നല്ലതാണ്, ഉമ്മൻചാണ്ടിയുടെ മൊത്തം കിട്ടിക്കഴിഞ്ഞ് ഉമ്മൻചാണ്ടി തന്തയ്ക്ക് വിളിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വം, കോട്ടയം MLA, പഴയ മന്ത്രി, അദ്ദേഹം റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഞാൻ മിനിജുവിൻ്റെ സെക്രട്ടറിയാണ്. അന്ന് എൻ്റെ ഒരു വലിയ റിക്വസ്റ്റ് ആയിരുന്നു, മുരുകമ്പല എനിക്ക് പതിച്ചു തരണം. അങ്ങനെ ഞാൻ എന്നോട് നേരത്തെ അറിയാൻ വലിയ ഇഷ്ടമാണ്. മാണി സാറും എനിക്കത് വാഗ്ദാനം തന്നിരുന്നു. PC ജോർജ് അതിനകത്ത് വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. PC ഒരിക്കലും മറക്കാൻ പറ്റില്ല PC. അതുപോലെ നമ്മുടെ പീരുമേട് MLA ആയിരുന്നു ES ബിജുമോൾ ഒത്തിരി സഹായിച്ചു. പക്ഷേ CPI കൊണ്ടൊരു വകുപ്പ് നടന്നില്ല. അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരൻ കാര്യമുള്ള കാര്യം ചെയ്തു തരത്തില്ല. ഈ വാസവൻ, ഇപ്പോഴത്തെ വാസവൻ രാമപുരത്ത് വന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചു. അന്ന് LDF ഭരിക്കുക. ഞാനും സന്തോഷം കൂടി അടുത്ത ദിവസം തിരുവനന്തപുരത്തിന് പോയി 10 ദിവസത്തിനകത്ത് മുരുകമ്പല പതിച്ചു തരുമെന്ന് പരസ്യമായി പാലായി രാമപുരത്ത് വന്ന് പ്രസംഗിച്ചവരാണ് വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിൽ മുരുകമ്പല തരുമെന്ന് അന്ന്. അതിനുശേഷം ആണ് UDF വരുന്നത്. ഞാൻ അതിനുവേണ്ടി ബിജുമോള് പറഞ്ഞിട്ട് ഒരു 10 പ്രാവശ്യം തിരുവനന്തപുരത്ത് കയറി ഇറങ്ങി നടന്നതാണ്. അന്ന് ഇയാളായിരുന്നു, രാജേന്ദ്രനായിരുന്നു റവന്യൂ മന്ത്രി. MN സ്മാരക മന്ത്രി ഇപ്പോൾ ഒത്തിരി ദിവസം കുത്തിയിരുന്നിട്ടുണ്ട്, ഒരു ചുക്കും നടന്നില്ല. എങ്കിൽ പോലും ബിജുമോൾ അതിനകത്ത് സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് പീരുമേട് MLA അവസാനം തിരുവഞ്ചൂർ അതിനകത്തൊരു നിലപാടെടുത്തു. തിരുവഞ്ചൂർ എന്ന് പറഞ്ഞൊരു നിലപാടെടുത്താൽ അത് മാറുന്നതാണല്ലോ അയാൾ. ഞാനത് പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ നന്ദികേടായി പറയുന്നത്. അയാളത് വളരെ ആക്റ്റീവായിട്ട് എടുത്തു. എന്നോട് പറഞ്ഞു, സന്തോഷം ധൈര്യമായിട്ട് പോക്കൂ. ഞാൻ അതിന് പാലാ ലൂർദ് പുള്ളി വന്നപ്പം എന്നോട് പറഞ്ഞു, സന്തോഷം അങ്ങോട്ട് വരാം. ഞാൻ ഒരു നിവേദനം എഴുതി കൊണ്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി കാറായിരുന്നു വായിച്ചു, പൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. 10ാം പൊക്കെ എനിക്ക് സർക്കാരിൻ്റെ പേപ്പർ തോന്നി. എന്നെ ക്ഷണിച്ചുകൊണ്ട് അവിടെ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ചെല്ലുന്നു. ലാൻഡ് ബോർഡ്, റവന്യൂ, MLA PC ജോർജ്, മീനച്ചി താലൂക്കിൽ തഹസിൽദാരോട്ട് മുകളിലോട്ട് എല്ലാ ഉദ്യോഗസ്ഥരും. വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ തർക്കമാകുന്നു. അത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം
സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം അകത്തോട്ട് ചേമ്പർ അകത്തൊരു മുറിയിലോട്ട് കൊണ്ടുപോയി തിരിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞു ഒരു കമല പാലിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും SNDPക്ക് അത് കൊടുത്തിരിക്കും. തിരുവഞ്ചൂർ പറയാം അതിൻ്റെ ക്വാണ്ടത്തെ സന്തോഷം വരാൻ പറഞ്ഞു. എന്നെ പിടിച്ച അകത്ത് സന്തോഷം 15 ഏക്കർ തൃപ്തിപ്പെടണമെന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, ഇല്ല പോരെ സാറേ, സാറേ അത് പറ്റത്തില്ല സാറേ അവിടെ കുരിശുമലയ്ക്കും തങ്ങൾ പാർക്കും എന്തുമാത്രം കൊടുത്തു സാറേ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ പ്രജകളല്ലേ. ഞാൻ തിരുവഞ്ചൂർ സാറ് ഇത് തന്നാൽ സാറ് നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറുന്നു. എൻ്റെ കാരണം എൻ്റെ ഭഗവാൻ സുബ്രഹ്മണ്യൻ അവിടെ വീരവേലായുധ പെരുമാളായിട്ട് അറിയപ്പെടുന്നത്, രാജഭാവത്തിൽ കിരീടമുള്ള സുബ്രഹ്മണ്യനാണ്. വേല് മാത്രമല്ല ദണ്ഡുകൊണ്ടെന്ന് പറയും രാജാവിൻ്റെ. ഭൂമിയില്ലാത്ത രാജാവാണ്, ഭൂമി തന്നാൽ സാറായിരിക്കും അടുത്ത ഭാവി മുഖ്യമന്ത്രി. ഞാൻ പറയുക എന്തായാലും പുള്ളിക്കങ്ങ് വലിയതായി പറഞ്ഞ് ഞാൻ ഒരു കാര്യം തരണ്ട സാർ SNDP യോഗത്തിലും. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ SNDP യോഗത്തിന് 10 കൊടുത്താൽ കേരളത്തിലുള്ള മൊത്തം ഈഴവരുടെ ഒരു മുദ്ര കിട്ടുമല്ലോ. പുള്ളി വന്നാൽ ചേട്ടൻ വിളിക്കാൻ അങ്ങനെ എൻ്റെ ഫോണിൽ നിന്ന് നടേശൻ വിളിച്ചേൽപ്പിച്ചിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ തിരുവഞ്ചൂർ കൊടുക്കുന്നു. അങ്ങനെ തിരുവഞ്ചൂരുമായിട്ട് സംസാരിച്ചു, എല്ലാം സെറ്റ് ചെയ്യുന്നു. അങ്ങനെ 10 ഏക്കർ SNDP യോഗത്തിന് സാംസ്കാരിക നിലയം പണിയാനും 15 ഏക്കർ SNDP യൂണിയന് ക്ഷേത്ര സമുച്ചയം പണിയാനും തരാമെന്ന് പുറത്തിറങ്ങുമെന്ന് പറയുമ്പോൾ ഇവന്മാർ എതിർത്തു ഡിപ്പാർട്ട്മെൻറ്റുകാർ. അത് പറ്റത്തില്ല, അത് സാർ അവർക്ക് അപേക്ഷയുണ്ട് അതെല്ലാം കോട്ടയത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് 3 മാസം പുറകോട്ട് ഇയാളുടെ പേരും വെച്ച് ഇയാളുടെ സർവേരം വരുമ്പോൾ ഇയാൾക്ക് അറിയത്തില്ലോ, എഴുതി വെക്കൊണ്ട് ഇയാളെ വീട്ടിൽ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് തിരുവഞ്ചൂരിൻ്റെ വീട്ടിൽ കൊടുക്കുന്നു. അത് ക്യാബിനറ്റിൽ പോകുന്നു. പിന്നെ അങ്ങനെ എന്തായാലും കിട്ടി വരുന്നു. അത്രയും സഹായം ചെയ്ത അത് കഴിഞ്ഞിട്ട് അടൂർ പെട്ടെന്ന് ആഭ്യന്തരമന്ത്രിയായി. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞതിൻ്റെ തുടക്കം കഴിഞ്ഞു, മുഖ്യമന്ത്രിയുടെ തൊട്ട് താഴെ വരെ എത്തി, അടുത്ത ഉടനെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ വിളിച്ചു പറഞ്ഞു. 1 മാസത്തിനകത്ത് ഇയാൾ ആഭ്യന്തരമന്ത്രിയാകുന്നു. പിന്നെ അടൂർ വീഴുന്നു. അടൂരുമായിട്ട് ഒത്തു കളിച്ചുകൊണ്ട് സ്വാധീനിച്ചിട്ട് ഇയാൾ ട്രസ്റ്റിൻ്റെ പേരിലാക്കി സ്ഥലം. SNDP യോഗം വേറെ, SN ട്രസ്റ്റ് വേറെ, രണ്ടും രണ്ടാ. ഞാൻ ചെന്ന് ഇയാളോട് ചോദിച്ചു അതിനെ ജനറൽ സെക്രട്ടറി അങ്ങനെ ഇയാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് തെറി എന്ന് പറഞ്ഞാൽ പൂരെ ഇത് തെറിയേ പറയുള്ളൂ. ഇയാൾ നിങ്ങൾ കണ്ടോ വാട്സാപ്പിൽ കണ്ടോ ഒരു യൂണിയൻ സെക്രട്ടറി തെറി വിളിക്കുന്നത് കണ്ടായിരുന്നു. പീരുവേട് യൂണിയൻ സെക്രട്ടറി പീരുവേട് ചെന്നു ഞാൻ കള്ളനാണ് ഒന്നുകിൽ തീർക്കുന്നതെന്ന് അറിയോ, ഒരാളെ കുറേ പേര് നിർത്തിരിക്കുക. അവൻ ഭയങ്കര കള്ളൻ കട്ടെടുക്കുന്നവൻ, അവൻ ഭയങ്കര പെണ്ണുപിടിയിലാണെന്ന് പറഞ്ഞത്. പണ്ട് MP ശ്രീകുമാരൻ കരിങ്കാരിരുന്ന് ഹണീബി കുടിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുള്ള ഈ വെള്ളാപ്പള്ളി കരിങ്കാരിരുന്ന് ഹണീബി കുടിക്കുന്നതാണ് MP ശ്രീകുമാരൻ. ടീച്ചർമാരെ മുഴുവൻ കൊണ്ട് വേറെ പരിപാടി നടത്തുവാന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളോട് എതിർപ്പ് വന്നാൽ അവനെ ടാർഗറ്റ് ചെയ്യും. അങ്ങനെ പീരുവേണ്ടി ചെന്ന് ഈ അജയൻ തങ്കപ്പൻ കട്ടെടുത്തൊക്കെ പറഞ്ഞു അത് ഒരു പാവം പിടിച്ച ഒരുത്തരാണ്. അപ്പോൾ ഇവ വിളിച്ച് ചോദിച്ചു അതിനാ ജനറൽ സെക്രട്ടറി ഞാൻ ഹലോ എന്ന് വെക്കുക. അപ്പോൾ ആരാ ഞാൻ അജയൻ തങ്കപ്പൻ അതിനെ സാറ് ഞാനിങ്ങനെ 50 ലക്ഷം രൂപ കട്ടെടുത്തെന്നൊക്കെ പറഞ്ഞു. പോടാ പൂ തെറി പറയുന്നത് മായും പൂവും പായും കൂട്ടി തെറി എന്ന് പറയും തെറി. ഇത് റെക്കോർഡായി, ഇത് കേരളം മുഴുവൻ. ഇത് വെള്ളാപ്പള്ളിയുടെ സംസ്കാരം ഞാൻ പറഞ്ഞത് ഒരു കവലച്ചട്ടന്മാരുടെ രീതിയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ കളവ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതല്ല, അത്രയും വലിയ സഹായം ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞു തന്നെ അയാളുടെ പുറത്തെ കറുപ്പ് തന്നെയാണ് അകത്തെ കറുപ്പ്, വേറും കൊള്ളുകലത്തണം. എന്നെ പിറ്റേ ദിവസം തിരിഞ്ഞു എൻ്റെ പൊന്നു സന്തോഷം, ഞാൻ ഇത്രയും സഹായങ്ങൾ ഈ സമുദായത്തിൽ ഈ മനുഷ്യൻ ഞാൻ പറയാം എൻ്റെ പൊന്നു സാറേ ഞാൻ എന്നാ ചെയ്യാൻ. അതാണ് ഈയുടെ പരിധി. അപ്പം ഇന്ന് പിണറായിയുടെ കൂടെ നിൽക്കുന്ന പിണറായിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, ഈയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, അല്ല പിണറായിയെ സംരക്ഷിക്കാനായിട്ടല്ല. പിന്നെ ഇയാൾ തോപ്പിക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇയാൾ കേരളത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ? ഒരാളുടെ പേര് പറ. ഇതൊന്നും സംഭവിച്ചിട്ടില്ല, ശരി തന്നെ. പക്ഷേ മാറി വരുന്ന ഇടത് സർക്കാരായാലും വലത് സർക്കാരായാലും വെള്ളാപ്പള്ളിയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് ഇവർ നടപടിയെടുക്കുന്നില്ല. വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുത്ത MP ശ്രീകുമാറും ഈ സുഭാഷ് വാസുവും അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാറും ഒക്കെ ഈയാമ്പാറ്റകളെ പോലെ ചെറുകരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ജനങ്ങൾ എന്താ മനസ്സിലാക്കുക? ചേട്ടാ ഇതിനകത്ത് തന്നെ ഇതിനൊരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട് SNDP യോഗത്തിൽ. അതിൻ്റെ ബയലോ അങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യാനോ എനിക്കിത് ഷോക്കോസിനോട് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു എനിക്ക് നോട്ടീസ് തന്നു, നടപടിയെടുക്കാൻ. ഞാൻ 4 പേര് മറുപടി കൊടുത്തു. താങ്കൾ മഹാകവി കുമാരനാശാന്റെ കസര കഴിക്കുന്നത്, ഇത് മഹത്വമുള്ള സംഘടനയാണ്, TK മാധവൻ കെട്ടിപ്പടുത്ത സംഘടനയാണ്. താങ്കൾക്ക് ഒരു ചുക്ക് കൂടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. താങ്കൾ ഇനിയും തെറ്റ് കാണിച്ചാൽ ഇനിയും താങ്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ പറച്ചിൽ ഇപ്പോഴും ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മരിച്ചാലേ അവസാനിക്കുകയുള്ളൂ. ചിലപ്പോൾ എന്നെ വണ്ടി കയറ്റി കൊല്ലുമായിരിക്കും. എന്നോട് ചോദിച്ചു പേടിയില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു പേടിയില്ല, ഏതായാലും ഒരു ദിവസം മരിക്കും, ഞാൻ റെഡിയാണ്. കാരണം ഞാൻ SNDP യോഗത്തെ അതിനുവേണ്ടി ഇത്രയും സേവനം ചെയ്തിട്ട് ഇത്രയും പണിയെടുത്തിട്ട് ഞാൻ ചുമ്മാ ഇരുന്നവനല്ലെന്നേ, ഞാൻ ശരിക്കും പണിയെടുത്തവനാണ്. ഞാൻ പോയിടത്തെല്ലാം സൃഷ്ടിച്ചിട്ട് പോകുന്നവനാ, അല്ല പറയട്ടെ, ഞാൻ പോയിടത്തെല്ലാം കൈയിട്ട് വാരി കട്ടോണ്ട് പോകുന്നവനല്ല. എന്നെ കള്ള എന്ന് 100 പേര് കോടിപ്പേര് വിളിച്ചാലും എനിക്കൊന്നും വയ്ക്കുകയില്ല. എൻ്റെ ഒരു രോമം പറിക്കാൻ പറ്റത്തില്ല. പിണറായി എത്ര കള്ളക്കേസ് എടുത്താലും എൻ്റെ കൈയ്ക്ക് ഒരു രോമം പറിച്ചെടുക്കാൻ
പിണറായിയുടെ പോലീസിനെ കൊണ്ട് പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ, ഒരു പൗരനാണ് ഞാൻ. മനസ്സിലായി? അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിയ പിണറായി വിജയന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ആ കറുത്ത കാറിൽ ഈ വെളുത്തവൻ കയറിയപ്പോഴാണല്ലോ ഈ പ്രശ്നം ഇവിടെ തുടങ്ങിയത്. അയ്യപ്പന്റെ ഓരോ മിറൈക്കിൾസേ, അയ്യപ്പൻ കൊണ്ടുപോകും ഇങ്ങോട്ട് കേട്ടോ. സത്യം ഇവന്മാർ കൊള്ളയടിക്കില്ല സാറേ അയ്യപ്പനോട് ചെയ്തത്. ഈയിടെ വാട്സാപ്പിൽ കണ്ട് ഇവന്മാർ, ഞാൻ കണ്ടതാണ്, അവിടുന്ന് ഈ കെട്ടുകൊടക്കി നോട്ട് അടുക്കുമ്പോഴേ അടിച്ചു മാറ്റുക, അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മുഴുവൻ ഇവന്മാർ ഈ അടുത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചോണ്ട് പോകല്ലേ ഇവന്മാർ ചെയ്തത്. അപ്പൊ അയ്യപ്പ സംഘം നടത്തുന്ന കണക്കൊക്കെ നമ്മൾ കാണുന്നില്ലേ? മലയാളി എന്നെ വെറും പൊട്ടനാണോ? പിന്നെ ഇതിനകത്തൊരു കുഴപ്പമുണ്ട് സാർ, ഈ CPM-നകത്ത് പ്രവർത്തിക്കുന്നവന്മാർ പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടുമെന്ന് അവർ നോക്കുന്നത്. ആദർശമോ പോളിസിയോ നയമോ ഒന്നും ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണല്ലോ എൻ്റെ വീട്. സാധാരണ അവിടെ ചെല്ലുമ്പോൾ എന്നെ ആരും തടയാറില്ല. അവിടെ ഒരു പൊതുപ്രവർത്തന നിലയിലും 32 വർഷം ഒരു വക്കീൽ എന്നല്ല എന്നെ എല്ലാവർക്കും കയറി അവിടെ ചെല്ലും. ഇത് നമുക്ക് അവിടെ ഒരു പരിചയമുള്ളവരല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പേവാട് വരുന്നത് മോദിക്കാർ. അപ്പോൾ പറ്റത്തില്ലല്ലോ, നിങ്ങളായാലും പാർട്ടിക്കാരെ കൊണ്ട് എന്നോട് പറഞ്ഞു വിളിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഏത് പാർട്ടിക്കാരെ വിളിപ്പിക്കേണ്ട, തനിക്ക് ഞാൻ ഇന്ന ആളാണ്, ഒന്ന് പോയിട്ട് പോരാ, എൻ്റെ കസിനകത്ത് കിടപ്പണമെന്ന് പറ്റിയല്ലോ, പാർട്ടിക്കാരെ കൊണ്ട് വിളിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഞാൻ പെട്ടെന്ന് അവരെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആ പാസ്സുമായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒരാളെങ്കിൽ ഇറങ്ങി അങ്ങ് കയറാമല്ലോ. അപ്പം ഞാൻ മക്കളെ എവിടുന്നാരെ, അവൻ കണ്ണൂർക്കാരനാണ്. അപ്പം കണ്ണൂർ കാസർഗോഡ് കിടക്കുന്നവനാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ജോലി, ഇവിടെ PSC നിയമനം നടക്കുന്നുണ്ടോ കേരളത്തിൽ? മുഴുവൻ ടെമ്പററി. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതെ. അപ്പൊ അവരവരുടെ പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കുന്നു, അവർ സൗകര്യമുള്ളത് ചെയ്യുന്നു. അപ്പൊ പാർട്ടിക്കാരല്ല അത് കൊടുക്കുന്നു. അവൻ പിന്നെ അവൻ്റെ ആളാന്ന്. ഇന്നലെ എനിക്കറിയാം, നമുക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്ത്, ഞാൻ നീ ഇപ്പൊ CPM ചേർന്നു. ആ ചേട്ടാ അത് ചേർന്ന വൈഫിന് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. CPM-നകത്ത് ചേർന്നപ്പോൾ വൈഫിന് ജോലി കൊടുത്തപ്പോൾ സ്ഥലം ഞാൻ മറന്നുപോയി. ഈ അവൻ്റെ വീടിനടുത്ത് തന്നെ അന്നേരം കൊടുക്കുക. ഇവിടെ എന്ത് സുതാര്യതയുള്ളത്? ഇത് മാറുന്നൊരു ഭരണ സംവിധാനം ഉണ്ടാകണം. ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് വരുമ്പോൾ ജനങ്ങളുടെ ക്ഷേമമായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. തുല്യത ഉണ്ടായിരിക്കണം. വെള്ളാപ്പള്ളി തുല്യത എന്ന് വെറുതെ തട്ടിപ്പ് പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, സംവരണം അട്ടിമറിച്ച ഒരു യോഗം ജനറൽ സെക്രട്ടറി NSSുമായിട്ട് പല പ്രാവശ്യം മഹാനായ ശങ്കർ സാറും മന്നത്ത് പത്മനാഭനും വിചാരിച്ചിട്ട് നായർ എഴുവാക്കി നടന്നോ? ഇല്ല, പൊളിഞ്ഞു പോയി. അതിനുശേഷം നാരായണപ്പണിക്കരും വെള്ളാപ്പള്ളിയും നടത്തി. ചേട്ടൻ രാമൻ, ഞാൻ ലക്ഷ്മണനാണെന്ന് പറഞ്ഞ് ജീപ്പെ കയറി പോയി. ഞാൻ ജീപ്പിന്റെ പുറകെ പിടിച്ച് ഓടിയിട്ടുണ്ട് 3 കിലോമീറ്റർ വെള്ളാപ്പള്ളിയോടുള്ള സത്യം. രാമനും ലക്ഷ്മണനോടെ പോയി. അതിൻ്റെ വാതിക്കെ പോയി, വരുന്ന NSS ആസ്ഥാനത്തിന്റെ വാതിക്കെ പോയി. മന്മഥനെ പോലുള്ള ആളുകൾ, വെള്ളാപ്പള്ളിയുടെ ആളുകൾ, ഞാൻ ഉൾപ്പെടെ പോയി. ആ പാവപ്പെട്ട പണിക്കിരേട്ടിന് എന്തോ ഒരു തെറി വിളിച്ചിട്ടുണ്ട്. എന്തുമാത്രം അതിന് കേസും ഒക്കെ ഉണ്ടായിരുന്ന അവന്മാർക്കെതിരായിട്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനുശേഷം സുകുമാരൻ നായരായിട്ട് ഒന്നുകൂടി ഇപ്പൊ വീണ്ടും കൂടാൻ ശ്രമിച്ചപ്പോൾ കൂടുമെന്ന് പ്രതീക്ഷ. കാരണം ഇവരെല്ലാം കുടുംബക്കാരാ. എന്നാന്നറിയോ? കുടുംബത്തിന് വേണ്ടിയാ സുകുമാരൻ നായർ സാറും വെള്ളാപ്പള്ളി സാറും പിണറായി സാറും സ്വകുടുംബത്തിന് വേണ്ടി അവരെ ജീവിക്കുന്നവരാണ്. അവർക്ക് സമുദായക്ഷേമമല്ല. വെള്ളാപ്പള്ളി കാശ് കൊടുത്താൽ മതി, ഏത് ജാതിക്കും അവർ ജോലി കൊടുക്കും. വെള്ളാപ്പള്ളി ജാതി പറയുന്നല്ലോ സ്വന്തം ജാതിക്ക് ഒന്നും കിട്ടിയില്ലെന്ന്, എൻ്റെ സമുദായത്തിൽ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞത്. വെള്ളാപ്പള്ളി വന്നതിന് ശേഷം കൊടുത്ത നിയമനങ്ങളിൽ എത്ര അന്യ സമുദായങ്ങൾക്ക് പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് വെള്ളാപ്പള്ളി പറയട്ടെ. അവരോട് എത്ര കോടി രൂപ ഇയാൾ കൈക്കൂലി മേടിച്ചിട്ടുണ്ട്. പണ്ട് SNDP യോഗത്തിൽ പണ്ടും സംഭാവന മേടിക്കുമായിരുന്നു, അതിന് രസീത് കൊടുക്കുമായിരുന്നു. വെള്ളാപ്പള്ളിയുടെ കാലത്ത് ആർക്കും രസീത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ അന്തകനാണെന്ന് ഈഴവ സമുദായം ഇനിയെങ്കിലും തിരിച്ചറിയുക. പിന്നെ ഇയാളെ വീട്ടിൽ കയറ്റുകയോ ഇയാളോട് ലോകം കൂടുകയോ ചെയ്യുന്നവൻ ഇതൊരു പ്രത്യേകതരം എന്നാ മാൻഡ്രേക്കാണ്, ജൂനിയർ മാൻഡ്രേക്കാണ്. മാൻഡ്രേക്ക് ഇരിക്കുന്നിടം നശിച്ചു പോകും. പിണറായി വിജയനും സാറിനോടുള്ള ബഹുമാനപ്പെട്ട ഒരു അഭ്യർത്ഥന, എത്രയും പെട്ടെന്ന് വെള്ളാപ്പള്ളിയെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് ഓടി എങ്ങോട്ടെങ്കിലും കാർ വിട്ട് പോവുക. കാരണം ഈ കൂടി നടന്നാൽ അത് റിയൽ ഫാക്ടല്ലേ ഞാൻ പറഞ്ഞു. താങ്കൾ മൈക്രോ ഫിനാൻസിനെ കൂടുതൽ എന്നോട് ചോദിച്ചായിരുന്നല്ലോ. ഈ മൈക്രോ ഫിനാൻസ് തുടങ്ങിയിരുന്നല്ല, മൈക്രോ ഫിനാൻസ് മാറി ഞാൻ മാക്രോ ഫിനാൻസ് ഉണ്ടാക്കും. മൈക്രോ ചെറുത്, മാക്രോ വലുത്. ഞാൻ ബാങ്ക് തുടങ്ങും, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങും, ഞാൻ മെഡിക്കൽ കോളേജ് തുടങ്ങും, ഞാൻ ആസ്ഥാന മന്ദിരം പണിയും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ബാങ്ക് എവിടെ? വ്യവസായ സ്ഥാപനങ്ങൾ എവിടെ? എഞ്ചിനീയറിംഗ് കോളേജ് എവിടെ? മെഡിക്കൽ കോളേജ് എവിടെ? ശങ്കേഴ്സ് ആശുപത്രി കൊല്ലത്തെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജ് തുല്യ ആശുപത്രിയായിരുന്നു. ഇന്നത് തീർന്നു. ഒരു ജലദോഷപ്പനി വരുന്നതുകൊണ്ട് ഒരുപാട് ചികിത്സിക്കാൻ പോകാത്ത അവസ്ഥയിലേക്ക് എത്തി. 2 നിർത്തി. പുനലൂരും പുത്തൂരും ഒക്കെ 2 ആശുപത്രികൾ നിന്നുപോയി. വെള്ളാപ്പള്ളി എങ്ങനെ രക്ഷപ്പെടുത്തിയെന്നാ പറയുന്നത്? നാക്കുകൊണ്ട് അധര വ്യായാമം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ സുഹൃത്തെ? അധര വ്യായാമം കൊണ്ടൊരു കാര്യവുമില്ല. അപ്പം മൈക്രോ ഫിനാൻസ് തുടങ്ങിയതിലൂടെ എന്ത് സംഭവിച്ചു? 3% പലിശക്ക് കിട്ടേണ്ട
കിട്ടുന്ന പൈസ 5% കൊടുക്കാം, 2% ഇതെടുക്കാം. ആ പൈസ 15 കോടി എടുത്തിട്ട് അത് തട്ടിപ്പടത്തിന്റെ പേരിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ആസ്ഥാന മന്ദിരം, അത് SNDP യോഗത്തിന്റെ സ്ഥലമല്ല, ട്രസ്റ്റിന്റെ സ്ഥലത്തിരിക്കുന്നതാ. ആ ആസ്ഥാന മന്ദിരം വേണ്ടല്ലോ. ഇതിനു മുമ്പിരുന്ന അഡ്വക്കേറ്റ് ഗോപിനാഥിന്റെ കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭ 50 സെന്റ് ഭൂമി കൊല്ലം ഹൈവേയുടെ സൈഡിൽ സൗജന്യമായിട്ട് പതിച്ചു കൊടുത്തു. വെള്ളാപ്പള്ളി നടേശന് 1 സെന്റ് ഭൂമി മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 10 സെന്റ് വിലയ്ക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നാളിതുവരെ? പറ്റിയിട്ടില്ല. ഇത് ചെയ്തവരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ. ഇത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് വന്നിരുന്ന് താങ്കളോട് സംസാരിക്കുന്നത്. വീരവാദം നാക്കുകൊണ്ടല്ല പറഞ്ഞത്, പ്രവൃത്തി കൊണ്ട് കാണിച്ചവനാ. പറയുന്ന കാര്യങ്ങൾ ചെയ്യും, ചെയ്യാൻ പറ്റുന്നത് പറയുള്ളൂ. അങ്ങനെ ചെയ്തവരാ ഞങ്ങളൊക്കെ. 1/4 നൂറ്റാണ്ടുകാലം SNDP യോഗത്തെ നയിച്ച വെള്ളാപ്പള്ളി നടേശന്റെ ഉള്ളിലിരിപ്പ്, വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം സമുദായങ്ങളോട് കാണിച്ച പ്രവൃത്തി, ഇതൊക്കെ തന്നെയാണ് അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ നമ്മുടെ അടുത്ത് തുറന്നു പറഞ്ഞത്. അതിന് മറുപടി പറയാനുള്ള ആർജവം ഉണ്ടാകുമ്പോൾ വെള്ളാപ്പള്ളി മറുപടി പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.